സുറിയാനി ഭാഷ ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ പ്രകാശദീപമെന്ന് പ്രഘോഷിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാൻസലറുമായ മാർ റാഫേൽ തട്ടിൽ ക്രിസ്തുമതത്തിന്റെ പിള്ളത്തൊട്ടിലായ സെമിറ്റിക് സംസ്കാരത്തിലും ഭാഷയിലും രൂപം കൊണ്ട ആരാധനാക്രമ പാരമ്പര്യമാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമെന്നും വ്യക്തമാക്കി. വടവാതൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ തട്ടിൽ പിതാവ്. സെമിനാരി കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. സുറിയാനി ഭാഷയുടെ പഠനം ഒരു ഭൗതിക ഉദ്യമം മാത്രമല്ല, മറിച്ച് അപ്പോസ്തോലിക പിതാക്കന്മാരുടെ തനതായ അനുഭവങ്ങളും ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ ആഴത്തിലുള്ള ദർശനങ്ങളും അനാവരണം ചെയ്യുന്നതാണ്. ക്രിസ്തുമതത്തിന്റെ പിള്ളത്തൊട്ടിലായ സെമറ്റിക് സംസ്കാരത്തിലും ഭാഷയിലും രൂപം കൊണ്ട ആരാധനാക്രമ പാരമ്പര്യമാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം. സ്വന്തമായ ഒരു സംസ്കാരവും പാരമ്പര്യവും ആചാരാനുഷ്ഠാനങ്ങളും നമുക്കുണ്ടെന്നും അവയുടെ വ്യതിരക്തത നഷ്ടപ്പെട്ടു പോകാതെ അവയെ സംരക്ഷിക്കേണ്ടതുമാണെന്ന ബോധ്യം കേരളത്തിലെ സുറിയാനി കത്തോലിക്ക സമൂഹത്തിനുണ്ടാകണമെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാൻസലറുമായ മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയും പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി നടത്തുന്ന അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ തട്ടിൽ പിതാവ്. തുടർന്ന് സെമിനാരി കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി. സുറിയാനി ഭാഷ പഠിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക പിതാക്കന്മാരോടും പ്രാചീന ക്രിസ്തീയ സഭയോടും ബന്ധപ്പെടാനുള്ള ഒരു മാർഗമാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിന്റെ ആഴം ഉൾക്കൊള്ളുന്നതിനും വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനസ്സിലാക്കുന്നതിനും സുറിയാനി ഒരു പ്രധാന വാതായനമാണെന്നും തറയിൽ പിതാവ് പ്രസ്താവിച്ചു. ലണ്ടൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറും സുറിയാനി ഭാഷയുടെ അതിപ്രശസ്ത പണ്ഡിതനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ബ്രോക്കിന്റെ ആശംസ സമ്മേളനത്തിൽ വായിച്ചു. ഇന്ന് കേരളത്തിലെ സുറിയാനി സഭകളുടെ കയ്യിലാണ് ഈ മഹത്തായ ഭാഷയും പൈതൃകവും അതിലെ വിശ്വാസവും ഉള്ളതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തുടർന്ന് സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാരി റെക്ടർ ഡോക്ടർ സ്കറിയ കന്യാക്കോണിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ഡോക്ടർ പോളി മണിയാട്ട് സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുകയും ഡോക്ടർ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം സുറിയാനി പാരമ്പര്യത്തിന്റെ വിവിധ മേഖലകളെ കൂടുതൽ വിശദമായി പരിശോധിക്കുകയും അതിന്റെ ദൈവശാസ്ത്രപരവും സാംസ്കാരികപരവുമായ മാനങ്ങൾ അപഗ്രഥിക്കുന്ന 15 പ്രബന്ധങ്ങൾ അന്തർദേശീയ സിംപോസിയത്തിന്റെ ഒന്നാം ദിവസമായി ഇന്ന് അവതരിപ്പിക്കപ്പെട്ടു. 2 വ്യത്യസ്ത വേദികളിലാണ് ഈ അവതരണങ്ങൾ നടന്നത്. അഭിവന്യമാർ പോളി കണ്ണൂക്കാടൻ, അഭിവന്യമാർ ജോസഫ് സ്രാമ്പിക്കൽ എന്നിവരുടെ അവതരണങ്ങളും ഉണ്ടായിരുന്നു. മാർ തോമസ് ലീഹായുടെ പൈതൃകം പിന്തുടരുന്ന 6 വ്യത്യസ്ത സഭാ കൂട്ടായ്മകളിൽ നിന്നായി ദൈവശാസ്ത്രജ്ഞരും ദൈവശാസ്ത്ര വിദ്യാർത്ഥികളും അടങ്ങുന്ന 480 പേർ പങ്കെടുത്തു. സുറിയാനി പൈതൃകത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളെയും അതിന്റെ പ്രത്യേകതകളെയും ആഴത്തിൽ പ്രതിപാദിക്കുന്ന ഏകദേശം 20ഓളം വ്യത്യസ്ത അവതരണങ്ങൾ നടന്നു. 3 ദിവസങ്ങളിലായാണ് അന്തർദേശീയ സുറിയാനി സിംപോസിയം വടവാതൂർ സെന്റ് തോമസ് അപ്പോസ്തോലിക് സെമിനാരിയിൽ നടക്കുന്നത്. ഷെക്കേന ന്യൂസ്, കോട്ടയം. ഇപ്പോഴിവിടെ നടക്കുന്നത് അന്തർദേശീയ സുറിയാനി ദൈവശാസ്ത്ര സിംപോസിയമാണ്. സെമിനാരിയുടെയും പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിശ്വപ്രസിദ്ധരായിട്ടുള്ള പണ്ഡിതരെയൊക്കെ വിളിച്ചു ചേർത്ത് സുറിയാനി പൈതൃകത്തിലെ ആ വിലപ്പെട്ട കാര്യങ്ങളെ ദൈവശാസ്ത്രപരമായ ആരാധനക്രമപരമായിട്ടും ആധ്യാത്മികതയെ സംബന്ധിച്ചൊക്കെയുള്ള വിലപ്പെട്ട കാര്യങ്ങളെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു വലിയ പഠനമാണ്. ഒരു 14 പ്രധാന പ്രബന്ധങ്ങൾ ഈ ലോകപ്രശസ്തരായിട്ടുള്ള പണ്ഡിതരൊക്കെ ചേർന്ന് അവതരിപ്പിക്കുന്നു. അതിനുശേഷം ലഘുപ്രബന്ധങ്ങളായിട്ട് തന്നെ ഒരു 33ഓളം പ്രബന്ധങ്ങൾ അങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ താല്പര്യമുള്ള അൽമായരായിട്ടുള്ളവരും സ്റ്റുഡൻസ് ആയിട്ടുള്ളവരും ഒക്കെ അവരുടേതായ പഠനങ്ങൾ കേസ് സ്റ്റഡീസ് എന്നുള്ള രീതിയിൽ അത് 20 അവതരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മൾ നോക്കുമ്പോൾ സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഈ 3 ദിവസം കൊണ്ട് വളരെ ആഴത്തിലുള്ള ഒരു പഠനം, ഗവേഷണം നടക്കുന്ന ദിവസങ്ങളാണിത്. അതുകൊണ്ടിത് വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്ന് തന്നെ. ഈ സെമിനാരിയുടെയും പൗരസ്ത്യ വിദ്യാപീഠത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ തോതിൽ ഇതുപോലൊരു സിംപോസിയം സംഘടിപ്പിക്കുന്നത്.